കർണാടകയിലെ മംഗളൂരുവിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളി സ്വദേശി മുഹമ്മദ് അഷ്റഫ് എന്ന് സ്ഥിരീകരിച്ച് ബന്ധുക്കൾ. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിഷയത്തിന് തത്സമയ പ്രതികരണത്തിലേക്ക്. നമുക്ക് അങ്ങനെ പോലും ആയിട്ടും അവിടെ 20ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യുകയും അവർ റിമാൻഡിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, കർണാടകയിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? സോന, തീർച്ചയായും ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് അഷ്റഫിൻ്റെ സഹോദരൻ ജബ്ബാറാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് അവർക്ക് നൽകിയ വിവരങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഒരു 25ഓളം പേരടങ്ങുന്ന സംഘം, ആ സംഘമാണ് അതിക്രൂരമായി ഈ മുഹമ്മദ് അഷ്റഫിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുമാത്രമല്ല, ഈ മർദ്ദിച്ചതിന് ശേഷം ഈ മർദ്ദനം നടന്ന സ്ഥലത്ത് അവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ആരും കാണാതെ അവിടെ കിടന്നു. അങ്ങനെ ആണ് മരണത്തിലേക്ക് നയിച്ചത്. ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുമുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് വരുന്ന മറ്റ് ചില പ്രചാരണങ്ങളുണ്ട്. ആ പ്രചാരണങ്ങളെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഏതായാലും അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും പോലീസിനോട് കൈമാറിയിട്ടില്ല. ഇപ്പോൾ സഹോദരൻ പറയുന്നത് മാനസികമായ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നയാളാണ് അഷ്റഫ്. ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങുന്നതും പല സ്ഥലങ്ങളിലായി യാത്ര ചെയ്യുന്നതുമൊക്കെ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ മംഗലാപുരത്ത് എത്തി അവിടെ അന്വേഷിച്ചപ്പോഴും അവിടെയുള്ള ആളുകൾ പറഞ്ഞത് അത്തരത്തിൽ ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വഭാവമോ അത്തരം പെരുമാറ്റമോ ഇതുവരെയും അഷ്റഫിൽ നിന്നുണ്ടായതായി ആരും തന്നെ പറയുന്നില്ല എന്ന് സഹോദരൻ ഉറപ്പിച്ച് പറയുകയാണ്. അത്തരത്തിലുള്ള വിവരം തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് പ്രകോപനമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ ബാക്കിയാവുന്നത്. അതിൽ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നതുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോയിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിരീകരണം ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നു. ആ ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിന് അടുത്തേക്ക് അഷ്റഫ് എത്തുന്നു. അവിടെ നിന്ന് ഒരു തർക്കം ഉണ്ടാകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അവിടെയുള്ള സച്ചിൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറുമായാണ് ആദ്യം തർക്കമുണ്ടാകുന്നത്. ആ തർക്കമാണ് പിന്നീട് 25ഓളം പേരടങ്ങുന്ന ഒരു സംഘം കൂട്ടം ചേർന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതിലേക്ക് എത്തുന്നത്. ആ മർദ്ദനത്തിന് ശേഷം ആ സ്ഥലത്ത് ഈ അഷ്റഫിനെ ഉപേക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന ഈ ആൾക്കൂട്ടം മുഴുവനായും മടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ബാറ്റ്, സ്റ്റെമ്പ്, അതായത് ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിച്ച ബാറ്റ്, സ്റ്റെമ്പ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുന്നു, ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നു. എന്നാൽ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ മംഗലാപുരം പോലീസ് അവരുടേതായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ പോലീസ് ഔദ്യോഗികമായി അവരുടെ അന്വേഷണത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷേ ഒരു വർഗീയ പ്രചാരണമായി മാറാനുള്ള സാഹചര്യമൊക്കെ പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മൃതദേഹം വളരെ പെട്ടെന്ന് വിട്ടു നൽകുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത് എന്ന് വേണം കരുതാൻ. ഇന്ന് പുലർച്ചെ 4 മണിക്ക് മുന്നേ തന്നെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം കൈമാറിയിരുന്നു. മൃതദേഹം ഏതായാലും ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചു. കാസർഗോഡ് പിന്നിട്ട് കഴിഞ്ഞു. മലപ്പുറത്താണ് ഈ അഷ്റഫിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം കോട്ടക്കൽ പറപ്പൂരിലാണ് മൃതദേഹം ഖബറടക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങുകളെല്ലാം മംഗലാപുരത്തെ പള്ളിയിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വയനാട് പുൽപ്പള്ളിയിലാണ് താമസമെങ്കിൽ പോലും ജനിച്ചതൊക്കെ മലപ്പുറം ജില്ലയിലെ പറപ്പൂരിലാണ്. അതുകൊണ്ട് സംസ്കാര ചടങ്ങുകളെല്ലാം അവിടെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഏതായാലും മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിൽ അതേസമയം പരിക്കേറ്റ സമയത്ത് അഷ്റഫിന് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ടല്ലേ?
തീർച്ചയായും ഉണ്ട്. അത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. 2 മണിക്കൂർ സമയം ഇത്തരത്തിൽ പരിക്കേറ്റ് ആ മർദ്ദനം നടന്ന സ്ഥലത്ത് തന്നെ അഷ്റഫ് കിടക്കുന്ന സാഹചര്യമുണ്ടായി. കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതിനാൽ തന്നെയാണ് ഈ ആന്തരിക രക്തസ്രാവം രൂക്ഷമായി മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ മർദ്ദനമേറ്റ് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുന്ന തരത്തിൽ തന്നെയാണ് മർദ്ദനമുണ്ടായത്. കാരണം ക്രിക്കറ്റ് ബാറ്റ്, സ്റ്റെമ്പ് തുടങ്ങിയ വസ്തുക്കളൊക്കെ കൊണ്ടാണ് 25 പേർ ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നത് തന്നെയാണ്. എന്നാൽ കൃത്യമായ സമയത്ത് ചികിത്സ നൽകാനോ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനോ ആരും തയ്യാറായില്ല, അല്ലെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. പോലീസും അക്കാര്യം പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ അഷ്റഫിൻ്റെ കുടുംബം പോലീസിൻ്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളിൽ തൃപ്തരാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നേരത്തെ ഇത് ആരാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനും അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഇത് ഉത്തർപ്രദേശ് സ്വദേശിയാണ് തുടങ്ങിയ ഒരു സംശയങ്ങളാണ് പോലീസിന് ഉണ്ടായിരുന്നത്. എന്നാൽ കുടുംബം പറയുന്നത് അത്തരത്തിലുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആരാണ് ഈ മരിച്ച വ്യക്തി എന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ കൃത്യമായ നടപടികളിലേക്ക് പോലീസ് കടന്നു. 20 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ സൂചനയായി തന്നെയാണ് കുടുംബം പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് നടക്കുന്ന പ്രചാരണങ്ങളെക്കുറിച്ച് പോലീസ് ഒരു തരത്തിലും ഈ കുടുംബത്തോട് അത്തരം ഒരു സൂചനയും നൽകിയിട്ടില്ല. അത് മാത്രമല്ല, ഈ പോലീസിൻ്റെ FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അത്തരം പരാമർശങ്ങളൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ ഇതിന് സമാന്തരമായി അത്തരത്തിലുള്ള ചില പ്രചരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഈ വാർത്തയോട് ചേർത്ത് നമ്മൾ പറയേണ്ടി വരും. ശരി, മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ വയനാട് സ്വദേശി കൊല്ലപ്പെട്ടെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നിഖിലയാണ് വിവരങ്ങൾ നൽകിയത്.